ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. അപ്പം എനിക്കറിയാം അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. കുസാറ്റിൻ്റെയും പാർലി കീമിൻ്റെ ഒക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം കീമിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അയക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഡെയിലി ആയിട്ട് എല്ലാ ദിവസവും ഓരോരോ അപ്ഡേറ്റ്സ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് മാക്സിമം കമൻ്റ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഞാൻ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാൻ തന്നെയാണ് പ്ലാൻ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ടോപ്പ് 10 എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഏറ്റവും ലൈക്ക് നല്ല കോളേജസ് ആൻഡ് പ്ലേസ്മെൻറ്റ്സ് എല്ലാം കൂടി വിലയിരുത്തിയിട്ടാണ് ഞാനത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ഒരു പെർട്ടിക്കുലർ അക്കാഡമിക് ഫാക്ടറോ അല്ലെങ്കിൽ ഒറ്റ പ്ലേസ്മെന്റ് ഫാക്ടറോ അത് മാത്രമല്ല, മൊത്തത്തിലുള്ളൊരു അനലൈസിലാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം മെയിൻലി അറിയാലോ, CET ട്രിവാൻഡ്രം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ CET ട്രിവാൻഡ്രം അത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് 1939 അതിൻ്റെ കട്ട് ഓഫ് റാങ്ക് എന്ന് പറയുന്നത് ഒരു 500 അണ്ടറായിട്ട് നമുക്ക് വിചാരിക്കാം. 500 എന്നല്ല, അതും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 271 റാങ്ക് വേണം. പിന്നെ റിസർവ് കോളേജ് ദോസ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ബോർഡുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് കേരള ബെസ്റ്റ് ലോ ഫീ കോളേജ് എന്ന് പറയുമ്പോൾ ഫീയുടെ സ്ട്രക്ചർ PDF ആയിട്ട് കിട്ടും. പിന്നെ ആ PDF നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ്, ഏതിനൊക്കെയാണ് ഫീസും കാര്യങ്ങളും കോളേജിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒറ്റയടിക്ക് എല്ലാ ഡീറ്റെയിൽസും PDF ഫോമാറ്റിൽ കിട്ടും. അപ്പോൾ ഫീസിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ ഇയറിലും ചേഞ്ചസ് വരാം. ചിലപ്പോൾ ഈ ഇയറിൽ ചിലപ്പോൾ അതിൽ കൂടുതലാവാം, ചിലപ്പം കുറവാവാം. ഇത് ലാസ്റ്റ് 2 വർഷത്തെ എസ്റ്റിമേഷനിൽ നിന്നാണ് ഈ PDF ഉണ്ട്. അപ്പം മാക്സിമം എല്ലാവരും, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, മാക്സിമം എല്ലാവരും നോക്കണം. ഓക്കെ, റിസർവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, റിസർവേഷൻ അത്യാവശ്യം ഉള്ളവർക്ക് റാങ്ക് കൂടുതലും കുറവും ഒക്കെ വരും. നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഫീസ് എപ്പോഴും ഇത്തവണ തൊട്ട് ഐ തിങ്ക് ഈ കഴിഞ്ഞ വർഷം തൊട്ട് ഐ തിങ്ക് 12,000 സംതിങ് ആണ് ഒരു ഇയർലി ഫീസ്. പിന്നെ അത് ഫസ്റ്റ് ഇയറിലാണ് 12,000 കൊടുക്കേണ്ടത്. പിന്നെ തൊട്ട് 8,650 ഒക്കെ അത് വേരി ചെയ്യും ഓരോ വർഷവും. പിന്നെ ഓരോ കോളേജിൻ്റെയും PTA ഫണ്ടൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം മെയിനായിട്ട് എന്തായാലും ഒരു 13,000 അണ്ടർ ആയിരിക്കും നിങ്ങളുടെ ഒരു ഇയർലി ഫീസ് വരുന്നത്. അത് ഫോർ ഷുവർ ആയിരിക്കും. സെക്കൻഡ് വരുന്നത് GEC തൃശ്ശൂർ, ഞാൻ പഠിച്ച കോളേജാണ്. അപ്പോൾ അതിലൊരു CS കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 550 ആണ് റാങ്ക് വരുന്നത്. ഞാൻ ജനറൽ ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. റിസർവേഷൻ വരുമ്പം അതിന് മാറ്റം ഉണ്ടാവും. തേർഡ് വരുന്നത് TKM കോളേജ് കൊല്ലം. അതിലും അത്യാവശ്യം പ്ലേസ്മെന്റ്സ് നല്ലോണം ഉണ്ട്. ആൻഡ് CS കട്ട് ഔട്ട് 1,100. ആൻഡ് ഇത് ഓരോ അലോട്ട്മെന്റിലും ഓരോ വർഷവും ചേഞ്ച് വരും. പിന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, അത് ആക്ച്വലി നല്ലൊരു കോളേജാണ്. അവർ പ്ലേസ്മെന്റിന് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത് തുടങ്ങും. ലൈക്ക് പ്ലേസ്മെന്റിന് വേണ്ടി തന്നെ അവരൊരു കോച്ചിങ് പോലെയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയും അത്യാവശ്യം നല്ലൊരു കോളേജാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അതായത് പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്നവരും ഉണ്ട്, പക്ഷെ ഇതായിട്ട് പഠിക്കുന്നവരും ഉണ്ട്. പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്നവരും ഉണ്ട്, അല്ലാതെ നമ്മുടെ മെറിറ്റിൽ കയറി ആ മെറിറ്റിന്റെ ഫീസ് മാത്രം കൊടുത്ത് പഠിക്കുന്നവരും ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. 1,500 ആണ് റാങ്ക് വരുന്നത്. 1,500 ആണ് CS റാങ്ക് വരുന്നത്. ഇനി നമുക്ക് RIT കോട്ടയം 2000 എക്സ്റ്റാബ്ലിഷ് ആയതാണ്. 4,500 വരെ CSE റാങ്ക് പോകും ജനറലിന്. ആൻഡ് 13,000 അത് ഞാൻ പറഞ്ഞല്ലോ, ഫീസ് സ്ട്രക്ചർ എന്തായാലും എല്ലായിടത്തും സെയിം ആയിരിക്കും. ഇനിയും പിന്നെ GEC ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രവും നല്ലൊരു കോളേജാണ്. CET ട്രിവാൻഡ്രത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ്സും അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട്. 2,800 ആണ് അവരുടെ ലാസ്റ്റ് റാങ്ക് CSE ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫീസ് ഞാൻ പറഞ്ഞില്ല, ഫീസ് എല്ലാ ഗവൺമെന്റ് കോളേജസിലും, ഇപ്പം ഗവൺമെന്റ് എയ്ഡഡ് കോളേജസിലും മെറിറ്റിൽ കയറിയാൽ സെയിം ഫീസ് ആയിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ NSS പാലക്കാടും അറൗണ്ട് പഴയ ഒരു കോളേജാണ്. അതൊരു എയ്ഡഡ് കോളേജാണ്. 5,500 ഒക്കെയാണ് CSE റാങ്ക് വരുന്നത്. ആൻഡ് ഫീസ് സ്ട്രക്ചറും സെയിം തന്നെയാണ്.
ആൻഡ് MSc മാർ അത്തനേഷ്യസ് കോളേജ് ഉണ്ട് കോതമംഗലത്തുള്ളത്. അതും അത്യാവശ്യം പ്ലേസ്മെന്റ്സ് ഉണ്ട് ആൻഡ് നല്ല രീതിയിലുള്ളൊരു കരിക്കുലവും കാര്യങ്ങളും പ്ലേസ്മെന്റ്സും ക്ലബ്സും എല്ലാം അത്യാവശ്യം ആക്റ്റീവാണ്. ഇതിനപ്പോൾ ഒരു റാങ്കിങ് സ്കീം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇതൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഏറ്റവും ഉള്ളതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് കോളേജസ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ചിലപ്പം ചില കോളേജ് ചിലപ്പോൾ TKMന് ഒരു ഡിപ്പാർട്ട്മെന്റിന് TKMനായിരിക്കും തൃശ്ശൂരിനെക്കാട്ടും കുറച്ചുകൂടി പ്ലേസ്മെന്റ് ഹൈ. മെക്കാനിക്കൽ എടുക്കുമ്പോൾ തൃശ്ശൂരിനായിരിക്കും ട്രിവാൻഡ്രത്തിനെക്കാട്ടും പ്ലേസ്മെന്റ്സ് ഹൈ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് പ്ലേസ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവാം. ആൻഡ് നിങ്ങൾക്കൊരു റാങ്കിങ് സ്കീമും ഏത് കോളേജിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് നല്ലതെന്നൊക്കെ ഉള്ളത് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പോകണം. പിന്നെ GC കണ്ണൂരും നല്ല രീതിയിലുള്ളൊരു പ്രോഗ്രസ് ആണ് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പ്ലേസ്മെന്റ് സെല്ലിൽ ഉണ്ടായത്. അതായത് എനിക്കത് പേഴ്സണലി അറിയാം. അപ്പം നല്ല രീതിയിലേക്ക് ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ് പോലുള്ള കമ്പനിയിൽ വരെ പ്ലേസ്ഡ് ആയിട്ടുണ്ട് അവരുടെ ECയിലെ ഒരു സീനിയറിന്. അപ്പം പിന്നെ അടുത്തത് GC കോഴിക്കോടും അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ്സ് ഉള്ളൊരു കോളേജുമാണ്. പിന്നെ ഈ അക്കാഡമിക്കിന്റെ കാര്യത്തിൽ എല്ലാ കോളേജസിലും ഒരേ ടീച്ചേഴ്സ് തന്നെയായിരിക്കും. അതായത് അവർ അങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ആവുകയും ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. സ്റ്റുഡൻസും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇതൊക്കെ ഒരു എക്സ്റ്റിമേഷൻ ആണ്. ഇത് ഡിഫർ ആവാം ഓരോ വർഷവും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഗോ ത്രൂ ആണ്. NIRF റാങ്കിങ് ഉണ്ടാവും എല്ലാ വർഷവും കോളേജ് ഓഫ് ട്രിവാൻഡ്രത്തിലുണ്ട്. തൃശ്ശൂരിനും NIRF റാങ്കിങ് ഉണ്ടായിരുന്നു, ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അസംഷൻ. ആൻഡ് ഇത് കണ്ടോ CS-ന്റെ ക്രോസിംഗ് റാങ്ക് ചിലപ്പം അത് കൂടാം, 1000 വരെയൊക്കെ എത്താം, അത് കുറയുകയും ചെയ്യും. ഡിപ്പെൻസ് ഓൺ എന്താണ് നമ്മുടെ റിസർവേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റുഡൻസിന്റെ അലോക്കേഷൻ. ഇപ്പൊ ECയിലൊക്കെ 2 ബ്രാഞ്ച് അതായത് 2 ഇതൊക്കെ സെഷൻസ് ഒക്കെ ആയി. നേരത്തെ ഒറ്റ ക്ലാസ്സേ ഉള്ളായിരുന്നു. പക്ഷെ ഇത്തവണ ഐ തിങ്ക് കഴിഞ്ഞ കൊല്ലം തൊട്ടാകുന്നു 2 സെഷൻ Aയും Bയും എന്നുള്ള രീതിയിൽ സെഷൻസ് ഒക്കെ കൂടി. അപ്പൊ റാങ്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഇളവ് തരും. അങ്ങനെ TKM കോളേജിലും നല്ലൊരു കോളേജാണ്, പ്ലേസ്മെന്റ്സ് ഉണ്ട് അത്യാവശ്യം, നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും ആൻഡ് അത്യാവശ്യം ഐ തിങ്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും അവർ കൊടുക്കുന്നുണ്ട്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, ആ കോളേജിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലേസ്മെന്റ്സ് അടിപൊളിയാണ്. ആൻഡ് കോളേജും സ്ട്രക്ചറും ഒക്കെ ഐ തിങ്ക് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ പക്ക ഗവൺമെന്റ് കോളേജിനെക്കാട്ടും കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് GC ബാട്ടൺ ഹില്ലിലും അത്യാവശ്യം നല്ല റാങ്കിങ് ഉണ്ട്. റാങ്ക് വേണം നമുക്ക് അവിടെ കയറണമെങ്കിൽ. CS-ന്റെ റാങ്ക് ഐ തിങ്ക് 6200 വരെ അല്ലായിരിക്കും, അതിനെക്കാട്ടും കുറവ് റാങ്ക് വേണം അവിടെ കയറാനായിട്ട്. ആൻഡ് അതാ ഞാൻ പറഞ്ഞു, കുറെ IT ഹബ്സ് ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത്, അതുകൊണ്ട് തന്നെ ചാൻസ് ഓഫ് പ്ലേസ്മെന്റ്സ് നല്ല കൂടുതലാണ്. പിന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ, അത് ഞാൻ പറഞ്ഞു നോർത്ത് കേരളയിലുള്ളതാണ്. അതും അത്യാവശ്യം പ്ലേസ്മെന്റ്സ് ഓരോ ഇയറിനും കൂടുന്നുണ്ട്. ആൻഡ് RIT കോട്ടയത്ത് ഉള്ളൊരു കോളേജാണ്. അതും അതിൻ്റെ ഒരു ഈ CS-ന്റെയും ECയുടെയും ട്രിപ്പിളിയുടെയും റാങ്ക് നിങ്ങൾ നോക്കരുത്, അത് ഡിഫർ ചെയ്യും. അത് എല്ലാ വർഷവും ഡിഫർ ചെയ്യും, ഓരോ ക്ലാസ് അനുസരിച്ച് ഡിഫർ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഡേറ്റയിലും കുറച്ച് ഡിസ്ക്രിപ്പൻസി ഉണ്ട്. അതായത് CS-നൊക്കെ 5500 വരെ റാങ്ക് പോകത്തുള്ളൂ ജനറൽ കാറ്റഗറി. പിന്നെ EWS അങ്ങനെ ഒരു ഡിഫറൻസ് വരും. പിന്നെ GC കോഴിക്കോടിന് അറൗണ്ട് ഒരു 5000, CS-ന് ഒരു 5000 റാങ്ക് ഒക്കെയാണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ആനുവൽ ഫീ ഞാൻ പറഞ്ഞില്ല, ആനുവൽ ഫീ എല്ലാവർക്കും എന്താണ് 12,500 ഒക്കെയാണ് ഫസ്റ്റ് ഇയർ വരുന്നത്. സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് കുറയും. അപ്പോൾ ഒരു 8650 ആണ് മിനിമം ഒരു റേഞ്ച് വരുന്നത്. ഓരോ വർഷം അവർ ചിലപ്പോൾ 500-1000 വെച്ചൊക്കെ കൂട്ടും. പിന്നെ NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്, അതും നല്ലൊരു കോളേജാണ്. നല്ല രീതിയിലുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുന്നുണ്ട്. EC ആൻഡ് ട്രിപ്പിൾ മെക്കിനും വരുന്നുണ്ട്. പിന്നെ ജി സി ഇടുക്കി എന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങോട്ട് കയറിയിട്ടുള്ളൊരു കോളേജാണ്. ബട്ട് പ്ലേസ്മെന്റ്സിന്റെ കാര്യത്തിലൊക്കെ ഈ ഞാൻ പറഞ്ഞ കോളേജിന്റെ അത്രയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഓക്കെയാണ്. നമ്മുടെ ഫീസ് സ്ട്രക്ചർ വരുമ്പോൾ ഭയങ്കര കുറവാണ്. അപ്പൊ ഇതാണ് അതൊരു ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഡിഫർ ചെയ്യും, ഞാൻ പറയില്ല എല്ലാ വർഷവും ഡിഫർ ചെയ്യും. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഓക്കെ, 2024 ഡേറ്റയാണ്.
ആൻഡ് അപ്പം നമുക്ക് എങ്ങനെയാണ് 2026 അഡ്മിഷൻ നിങ്ങൾ അപ്പം നിങ്ങൾ കട്ട് ഓഫ് ജസ്റ്റ് രണ്ട് മൂന്ന് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക. ആൻഡ് അപ്പം സി എസിനായിരിക്കും ടഫസ്റ്റ് വരുന്നത്, പിന്നെ ഇ സി ട്രിപ്പിൾ മെക്ക് ഒക്കെ വരുന്ന അത് വെച്ച് നോക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുന്ന കോഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നിങ്ങളുടെ കരിയറിനെ വരെ ലൈക്ക് അതിന് കരിയറിനെ വരെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞ ചിലപ്പോൾ കോളേജ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. കോളേജ് ഇമ്പോർട്ടൻ്റ് ആണ്. കോളേജ് ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ, പ്ലേസ്മെന്റ്സ് വരും. പിന്നെ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മൾ എപ്പോഴും ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് വേണം കൊടുക്കാൻ. അല്ലാതെ ഓക്കെ ഇഷ്ടമില്ലാത്തത് ആദ്യം കൊടുത്തേക്കാം അങ്ങനെ ചിന്തിക്കരുത്. പ്രിഫറബിൾ ആയിട്ടുള്ള ആദ്യം കൊടുക്കണം. ആ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ അവർ ആദ്യത്തേനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഫീസിന്റെ കാര്യം ഭയങ്കര അഫോർഡബിൾ ആണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ. ഞാനൊക്കെ പഠിച്ചിറങ്ങിയപ്പോൾ 32,000 ആയിട്ടുള്ളൂ 4 വർഷം കൂടി. പിന്നെ കോളേജിന്റെ ഹോസ്റ്റൽ ഫീസും ഭയങ്കര മിനിമലായിരുന്നു. എനിക്ക് 2,500 ഒക്കെയാണ് ഫുഡിന് വന്നത്. റെന്റ് വെറും 300 ആയിരുന്നു എൻ്റെ സമയത്ത്. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. അപ്പം അത്രയും മിനിമൽ ആയിട്ട് നമുക്ക് ഫീസ് കുറച്ച് പഠിക്കാം. ആൻഡ് അവിടുത്തെ സ്റ്റുഡൻസും അത്യാവശ്യം ഹൈലി ടാലന്റഡ് ആയിരിക്കും. ആൻഡ് സി ടി ഹിസ്റ്റോറിക്കലി ഹയസ്റ്റ് ഡിമാൻഡ് ഉണ്ട്. ഓക്കെ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. അപ്പം മാക്സിമം എല്ലാവരും ഒരു കോളേജിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുന്നേ മാക്സിമം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം കോളേജിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാൻ. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്നതും കോളേജ് ചൂസ് ചെയ്യുന്നതും ഏത് കോളേജ് ആദ്യം വെക്കണം എന്നുള്ളതും ഓക്കെ, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വന്നു പോകുന്ന ഒരു സിനാരിയോയിൽ അതാണ് എനിക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും RIT എടുക്കത്തുള്ളൂ. പക്ഷെ ഞാൻ കുറച്ചുകൂടി അല്ല പ്ലേസ്മെന്റ് നോക്കാനും പിന്നെ അവിടുത്തെ കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ടല്ലോ, അതിലൊരു ഡിഫറൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ GC തൃശ്ശൂർ എടുത്തത്. ഐ തിങ്ക് RITയിലൊക്കെ എനിക്ക് CS പുഷ്പം പോലെ കിട്ടുമായിരുന്നു. ബട്ട് ഞാൻ ആ സമയത്ത് പ്രിഫർ ചെയ്തത് EC ആയിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും എല്ലാത്തിനെയും പറ്റി ഒരു തറോ നോളജ് വേണം. ഓപ്ഷൻ രജിസ്ട്രേഷൻസും കാര്യങ്ങളും റാങ്ക് ഡീറ്റെയിൽസും ഒക്കെ വേഗം വേഗം വരും. സോ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മാക്സിമം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ഞാൻ എന്തായാലും എനിക്ക് കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു അടുത്ത വീഡിയോയിൽ ഇത് സമ്മറൈസ് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പം ബൈ ബൈ, സി യു.